ഒരു മാസത്തിനിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ ഇതുപോലെ ചരക്ക് കപ്പലിന് അപകടം സംഭവിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ കേരളത്തിന്റെ തീരത്തോട് ചേർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ കപ്പൽ മുങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്രാവശ്യം പൊട്ടിത്തെറിയുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ, ദുരൂഹതകൾ, ഇതൊക്കെ നമ്മൾ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ. ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, എന്താണ് ഇങ്ങനെ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ, അങ്ങനെയുള്ള രണ്ട് അപകടങ്ങൾ അടുത്തു വന്നപ്പോൾ പലരും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ മായാജി പ്രസാദ് എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു കുറിപ്പും വിരൽ ചൂണ്ടുന്നത് അത്തരം ഒരു സംശയത്തിലേക്കാണ്. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. കേരള തീരത്തോട് ചേർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ കപ്പൽ മുങ്ങുന്നു. ഇപ്രാവശ്യം പൊട്ടിത്തെറി കൂടിയുണ്ട്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷിച്ചിരുന്നു. കടലിൽ ചാടി കാണാതായ 4 പേർക്ക് വേണ്ടി തിരച്ചിൽ തുടർന്നിരുന്നു. സ്ഫോടനത്തിന് കാരണമായേക്കാവുന്ന ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലുമുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അതിനാൽ തന്നെ തീ അണയ്ക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കപ്പലിൽ ഏകദേശം 650 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ 50 എണ്ണം കടലിൽ പതിച്ചതായാണ് പ്രാഥമിക വിവരം. കപ്പലിൽ പൊട്ടിത്തെറികൾ ഉണ്ടായതായും സൂചനയുണ്ട്. രണ്ടാഴ്ചക്കിടെ ഉണ്ടായ 2 വലിയ കപ്പൽ അപകടങ്ങൾ എന്റെ അടുപ്പിച്ച് കേരള തീരത്തോട് ചേർന്ന് തന്നെ അപകടങ്ങൾ ആവർത്തിക്കുന്നു. വെറും പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, കേരളത്തിന്റെയും ഇന്ത്യയുടെ തന്നെ സുരക്ഷിതത്വവും ബാധിക്കുന്ന വിഷയമാണ്. ഒരു തരത്തിൽ ജലബോംബ് പോലെ എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു സംശയം പോലെ മായാജി പ്രസാദ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അന്തർവാഹിനികളുടെ പങ്ക് തള്ളിക്കളയാൻ ആകുമോ എന്ന ചോദ്യവും വിശദമായ അന്വേഷണം നടത്തേണ്ട വിഷയമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി, ഒരു സെന്റൻസോടുകൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റ്സുകൾ വരുന്നുണ്ട്. കാരണം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും ഇതിന് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു കമന്റ് പറയുന്നത്, ആകാശത്തു കൂടി ചെന്ന് ഇത്രയും വിരട്ടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ അന്തർവാഹിനിയിലൂടെ വന്ന് ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു സംശയം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംശയിക്കേണ്ട സാഹചര്യം തന്നെയാണ്. തീർച്ചയായും അന്വേഷണം വേണം എന്ന് പറയുന്നവരുണ്ട്. വിഴിഞ്ഞം നല്ല രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന ആവശ്യം, ഇത് അട്ടിമറിയാണെങ്കിൽ അതിനു പിന്നിൽ വിഴിഞ്ഞം നല്ല രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ വേറൊരു കാര്യം, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ പാകിസ്ഥാന് ഇന്ത്യയുടെ നയതന്ത്ര വിവരങ്ങൾ, ഇന്ത്യയുടെ സൈനിക വിവരങ്ങൾ ഇതൊക്കെ ചോർത്തിക്കൊടുത്ത ഒരുപാട് പേർ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അറസ്റ്റിലായിരുന്നു. അതിൽ ഈ അറസ്റ്റിലായവരിൽ ഒരു വ്ലോഗർ കേരളത്തിലടക്കം സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ നാം ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള തീവ്രവാദി കൂട്ടങ്ങളെ ആണ് എന്ന് വളരെ ഗൗരവമായി ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം വേണം എന്നാണ് പറയുന്നത്. സ്വന്തം മാതൃരാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പാക്കികൾക്ക് ഒറ്റിക്കൊടുത്ത ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ കഴിഞ്ഞ മാസം തന്നെ എത്ര എണ്ണത്തിനെ പൊക്കി എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ കണ്ടെയ്നർ ഷിപ്പുകൾ മുങ്ങുന്നത് അപൂർവമാണ് എന്നും പറയുന്നു. ഈ വിഴിഞ്ഞം പോർട്ട് വന്നത് മുതൽ സിംഗപ്പൂർ, ഹോങ്കോങ്, കൊളംബോ തുടങ്ങിയ വൻ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ അപ്രസക്തമായി തുടങ്ങി. ആ ലോബി ഇന്ത്യൻ കടൽ തീര മേഖലയും പോർട്ടുകളും സേഫ് അല്ല എന്ന് വരുത്തി കമ്പനികളെ അകറ്റി നിർത്താനുള്ള പദ്ധതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ 3-4 കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. വിഴിഞ്ഞം പോർട്ടിന്റെ കമ്മീഷനിങ്ങിന് ശേഷമാണ് ഈ സംഭവങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ് ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും, ഈ സംശയങ്ങളൊന്നും തള്ളിക്കളയാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല. ആ രീതിയിലും അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഒരുപാട് പേർ ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും ഇത്രയധികം ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ആ കപ്പൽ മുങ്ങി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും ഇതെന്താണ് അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നാച്ചുറലി സംശയം തോന്നിക്കഴിഞ്ഞു. എന്തായാലും ഇത് കേന്ദ്ര സർക്കാർ ഇതുമായി ഇടപെട്ട് കൂടുതൽ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ, എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.